നമുക്കൊരു നേന്ത്രപ്പഴം എടുക്കാം. നേന്ത്രപ്പഴം എടുത്തിട്ട് ഞാൻ ചെറുതായി കഷ്ണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ കിട്ടത്തില്ല പഴം. ഇതെന്തോ മെക്സിക്കോന്ന് എന്തോ വന്നത്, അത്ര പഴുത്തിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഇതിട്ട് കൊടുക്കാം, പഴം. ഓക്കെ, സോ പഴം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നെയ്യിൽ. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സോ ഇപ്പോൾ ഇത് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി കാരമലൈസ് ചെയ്ത് വരും. ഓക്കെ, സോ ഇതിപ്പോൾ ഇത് നെയ്യിൽ വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിയിൽ അരക്കാനാണ് കേട്ടോ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി ആക്കിയെടുക്കാം കേട്ടോ. ശർക്കര എല്ലാം മെൽട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ കുതിർത്ത് വെച്ച ഇതില്ലേ അരി, അത് ഞാനിപ്പോൾ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ അരി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ശർക്കരപ്പാനി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി അരച്ചെടുക്കുക. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ കുറച്ച് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മാവിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കാം. ഞാൻ അപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണമെങ്കിൽ അതും ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എൻ്റെ ചെറിയ സ്പൂണാണ്, ഞാൻ 2 സ്പൂൺ മാവ്. ഇതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഇങ്ങനെ കുറച്ച് തേങ്ങയുടെ കൊത്തും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഓക്കെ, ഇത് വേവട്ടെ. ഇത് പകുതി വേവാകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ഓയിലൊന്ന് മുകളിലൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം. ആയിട്ടുണ്ടാകും. അപ്പം നമുക്ക് എടുത്ത് നോക്കാം. ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. സോ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാരീസ് കിച്ചൺ. ബൈ.